ഞാനിന്ന് ഉണ്ടാക്കുന്നത് പൊട്ടാറ്റോ പപ്സ് ആണ്. വളരെ ചീസിയും ഫ്ലഫിയുമായിട്ടുള്ള ഈ പൊട്ടാറ്റോ പപ്സ് 4 മണിക്ക് ചായയുടെ കൂടെ പറ്റിയ നല്ലൊരു പലഹാരമാണ്. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഈസി മെത്തേഡിലാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു പാത്രത്തിൽ 3-4 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വേവിക്കണം. നമ്മൾ ബോണ്ടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വേവിച്ചെടുക്കുന്നില്ലേ, അതുപോലെ തന്നെ ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സ്കിൻ കളഞ്ഞിട്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. ഇതിൻ്റെ സ്കിൻ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പൊട്ടാറ്റോ മാഷർ വെച്ചോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ടോ നമുക്കിത് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാം. ഞാനിത് പത്തിരിയൊക്കെ പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അത് വെച്ചിട്ടാണ് ഞാൻ മാഷ് ചെയ്യുന്നത്. ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ടായാലും ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഞാനിതിവിടെ മാറ്റി വെക്കുകയാണ്. ഇനി ഒരു പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യാം. അതിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ആഡ് ചെയ്യാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളവും ബട്ടറും ഓയിലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് മൈദയും കൂടി ഞാൻ ചേർക്കുകയാണ്. മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ഏത് വേണമെങ്കിലും ചേർക്കാം. ഈ മൈദ ചേർത്ത ഉടനെ തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ സമയത്ത് തീയൊന്ന് കുറച്ച് കൊടുക്കാം. ഏകദേശം ഒന്ന് മിക്സായി കഴിഞ്ഞാൽ ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എന്നിട്ട് ഇതൊരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാക്കി മാറ്റണം. ഇനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഈ മാവിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർക്കുക. 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. ഈ മുട്ട ഓരോന്നായിട്ട് വേണം ചേർക്കാൻ. രണ്ടും ഒരുമിച്ച് ചേർക്കണ്ട. ആദ്യം ഒരു മുട്ട ചേർത്തിട്ട് ഒരു ഹാൻഡ് മിക്സർ വെച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചാലും മതി. പക്ഷേ ഇത് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മൈദ കുഴച്ചതായതുകൊണ്ട് അല്പം ബലം ഉണ്ടാവും. ഒരു ഹാൻഡ് മിക്സർ മറ്റോ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഒരു മുട്ട ഇതിലേക്ക് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ മുട്ടയും കൂടി ചേർക്കാം. ഇതും ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു ഫോർക്ക് വെച്ചിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് കൂടുതൽ സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിത് പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ടാണ് ഈ ഹാൻഡ് മിക്സർ യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ട് മുട്ടയും നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ച പൊട്ടാറ്റോയും കൂടി ചേർത്ത് കൊടുക്കാം. പൊട്ടാറ്റോ ചേർത്തതിന് ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഹാൻഡ് മിക്സറിൻ്റെ ആവശ്യമില്ല. മാവ് നല്ല സോഫ്റ്റായി കഴിഞ്ഞു മുട്ട ചേർത്ത് കഴിഞ്ഞപ്പോൾ. ഇനി കൈ വെച്ചിട്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ഇതുപോലെ കുഴച്ചെടുക്കാം. ഉരുളക്കിഴങ്ങും ചേർത്ത് നന്നായി കുഴച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ചെഡാർ ചീസ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്. നല്ലൊരു ചീസി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇടുന്നത്. ഇത് നിർബന്ധമൊന്നുമില്ല. അല്ലാതെ തന്നെ ഇത് വളരെ ടേസ്റ്റാണ് ചീസ് ചേർത്തില്ലെങ്കിലും. ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല ചീസ് ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ലതാണ്. ഇനി കയ്യിൽ അല്പം എണ്ണ തടവിയിട്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അല്ലെങ്കിൽ കയ്യിൽ ചീസും ഇതൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. എണ്ണ തടവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് കുഴച്ചെടുക്കാൻ പറ്റും. ഇത് ഞാനിവിടെ നന്നായി കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് ബോൾസാക്കി മാറ്റണം. അതിനുവേണ്ടി ഞാനിവിടെ അല്പം ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റിലും അല്പം ഓയിൽ തടവിയിട്ട് വെക്കാം. ബോൾസ് ഉണ്ടാക്കി കഴിഞ്ഞ് ഈ പ്ലേറ്റിലേക്ക് മാറ്റേണ്ടതാണ്. ഇനി ആദ്യം കയ്യിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം മാവിൽ നിന്നും കുറച്ച് എടുത്ത് നമുക്ക് ബോൾസാക്കി മാറ്റാം. ഞാനൊരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ബോൾസാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര വലുപ്പത്തിൽ ഇത് ഉണ്ടാക്കാം. അതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിലും ഉണ്ടാക്കാം. ഇതുപോലെ
റൗണ്ടായിട്ട് തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല, നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഇത്. കയ്യിൽ എണ്ണ തടവിയതുകൊണ്ട് നമുക്കിത് ഈസി ആയിട്ട് ഉരുളയാക്കാൻ പറ്റും. ഇതുപോലെ മുഴുവൻ മാവ് എടുത്ത് ഇതുപോലെ ബോൾസ് ഉണ്ടാക്കി വെക്കാം. ചീസ് ഇഷ്ടമില്ലാത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചീസ് ഇല്ലാതെ ഇത് ഉണ്ടാക്കാം കേട്ടോ. ഞാനിത് മുഴുവൻ ബോൾസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. ഇനി ഇതിലേക്ക് ഇത് ചൂടാവുമ്പോൾ ഓരോ ബോൾസും ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പ്രാവശ്യം 5-6 ബോൾസ് മാത്രം ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ മാത്രമേ ഇതിൽ ഒഴിച്ചിട്ടുള്ളൂ. കൂടുതൽ എണ്ണ ഒഴിച്ച് വേസ്റ്റ് ആക്കണ്ട വെച്ചിട്ട് ഞാൻ ഇതുപോലെയാണ് എപ്പോഴും ഫ്രൈ ചെയ്യാറ്. ഇതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുക. തീ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പുറം ഭാഗം കരിഞ്ഞ് ഉള്ളു വേവാതെയായി പോകും. നമ്മൾ ഇതിൽ 2 മുട്ടയൊക്കെ ആഡ് ചെയ്തതല്ലേ, ആ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അതിനുവേണ്ടി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ കൂട്ടി വെക്കരുത്. ഒരു ഗോൾഡൻ കളറാകുന്ന വരെ ഇത് ഫ്രൈ ചെയ്യുക. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിൽ നിന്നും കോരിയെടുക്കാം. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. മുഴുവൻ ബോൾസും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയേറിയ പൊട്ടാറ്റോ പഫ്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതിൻ്റെ തൊലി നല്ല മൊരിഞ്ഞിട്ടാണ് ഇരിക്കുക. ഉള്ളിലെ ഭാഗം നല്ല ഫ്ലഫി ആയിട്ടും ഉണ്ടാവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പൊട്ടാറ്റോ പഫ്സ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം എന്നെ അറിയിക്കണം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.